നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ വണ്ടിയിൽ ഞാൻ മയക്കുമരുന്ന് തിരികെ വെച്ചിട്ടുണ്ടെന്ന് പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തത് നീയല്ലേ? ഇനി അങ്ങനെ വല്ലതും ഉണ്ടായാ പുന്നാര സേവകമോളെ, നിന്റെ ഈ സേവന പാരമ്പര്യം ഞാനങ്ങ് നിർത്തിക്കളയും. ചുമ്മാ അങ്ങ് തേച്ചൊട്ടിക്ക് ഞാൻ ഭിത്തിയില് പടവാക്കി ചുമരിൽ തൂക്കുമെന്ന് മനസ്സിലായോ? എന്താനു ഇവളിവിടെ വല്ല നിവേദനം ഏൽപ്പിക്കാൻ വന്നതാണോ? എന്റെ കയ്യിൽ നിന്ന് നിവേദനം കിട്ടിയിട്ട് നീ അതിന് പരിഹാരം കാണില്ല. ഞാൻ നിവേദനം തരുന്ന ആളല്ല, ക്രൂരമായ വേദന തരുന്ന ആളാണെന്ന് ഇവളെ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നതാ. ഈ മുതലിനത് മനസ്സിലായി. ഇനി കൊച്ചമ്മയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി നല്ല വ്യക്തമായ ഭാഷയിൽ ഞാൻ പറയാം. ഇനി എന്റെ പിന്നാലെ ഇവളെ ചൊറിയാൻ വിട്ടാ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. അതൊന്ന് ഓർമ്മിച്ചാ നിനക്ക് നല്ലത്. ഇത് കളക്ടറേറ്റാ, എന്റെ സാമ്രാജ്യം. ഞാനൊന്ന് കൈ ഞൊടിച്ച നീ അകത്ത. നീ പറയുന്ന അകം സെൻട്രൽ ജയിലല്ലേ? അവിടുത്തെ കൊതുകൾക്ക് വരെ എന്നെ പേടിയാ. പിന്നെ കുറച്ചധികം നാളൊന്നും എന്നെ പിടിച്ചകത്തിടാൻ പറ്റിയ ഇരുമ്പഴികളൊന്നും അവിടെ ഇല്ല. ഇതൊക്കെ ഞാൻ നല്ല വ്യക്തമാക്കി തന്നതല്ലേ ശാലിനി? ഞാൻ ഇതിനു മുമ്പ് നിന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പാമ്പിന്റെ പകയാ. അങ്ങനെയുള്ളവരുടെ അടുത്ത് നേർക്ക് നേരെ വരരുത്. വന്നാൽ പുക കണ്ടേ ഞാൻ അടങ്ങും. അതിപ്പോ നിന്റെയാണോ അതോ നിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുടെ ആണോന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ഞാനേ തീരുമാനിക്കൂ. അതിവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ ചെറിയൊരു ഡോസ് കൊടുത്തിട്ടുണ്ട്, ഒരു 10 മില്ലി. അതിൽ നിന്നില്ലെങ്കിൽ ഇനി വരുന്നത് ഇരട്ടിയായിട്ടായിരിക്കും. അതിനിട വരുത്തരുത്, കേട്ടോടി? അവൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മാഡം എന്താ അവളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാത്ത? അങ്ങനെയൊന്നും ഒതുങ്ങുന്നവളല്ല ഈ സുസ്മിത. ഇവളെ പൂട്ടാനുള്ള വിലങ്ങ് നമ്മുടെ കയ്യിലില്ല. അപ്പൊ അവള് പറഞ്ഞതൊക്കെ ചെയ്യും. പറയുന്നത് ചെയ്ത് ശീലമുള്ളവളാ അവള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.